God's plan is always the best. Sometimes it can be hard or it can be difficult, but don't forget, when the God is silent, He's doing something really good for you. നല്ലൊരു മെസ്സേജാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഉള്ളൊരു പരാതിയാണ്, നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് അല്ലെന്നുണ്ടെങ്കിൽ കൃപാസന ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നിബന്ധനകളെല്ലാം പാലിച്ച് മുന്നോട്ട് പോയിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു 80 ദിവസമായിട്ടോ 90 ദിവസമായിട്ടോ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ അധികം പേര് നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് പറയാറുണ്ട്. സോ ഉടമ്പടി എടുത്തിട്ട് ഒരു കാര്യങ്ങളും നന്നായിട്ട് നടന്നില്ലെങ്കിൽ ഒരു നിയോഗങ്ങൾ പോലും നടന്നില്ല എന്ന് പറഞ്ഞ് ഒത്തിരി ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അപ്പോൾ പ്രത്യേകം വിചാരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നമ്മുടെ ആ ഒരു വഴി നമുക്ക് ഈശോയിലേക്ക് എത്താനും അല്ലെങ്കിൽ മാതാവിലേക്ക് എത്താനൊക്കെ ഉള്ളൊരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇടുങ്ങിയ വഴിയൊക്കെയാണല്ലേ. നമുക്കറിയാം, നമ്മുടെ ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഹാർഡായിട്ടുള്ള വഴിയാണ് നമ്മളിപ്പം നമുക്കുള്ളത് അല്ലേ. സോ നമ്മൾ അങ്ങനെ ഒരു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളിലേക്ക് ഈശോ അല്ലെങ്കിൽ മാതാവ് ഇടപെടുന്നില്ല എന്ന് തോന്നും. പക്ഷേ പ്രത്യേകം ഓർക്കുക, അങ്ങനെ ഗോഡ് സൈലൻ്റ് ആയിരിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലതൊരു കാര്യം വരാൻ പോവുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിൽ വിചാരിക്കുക. ഒരിക്കലും നമ്മുടെ കോൺഫിഡൻസ് കളയുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥനകൾ നിർത്തിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൃപാസന ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ 90 ദിവസമായിട്ടോ അല്ലെങ്കിൽ 2 ദിവസമായിട്ടോ ഒന്നും കാര്യങ്ങളൊന്നും നടന്നില്ല, അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ കുറേ വഴികൾ, അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ആ ഒരേ കാര്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടൈം എടുത്ത് നടക്കേണ്ട കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലുള്ളത് അല്ലേ. അപ്പം ദൈവം അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും നല്ല അനുഗ്രഹം ദൈവം തരും എന്നുള്ള വിശ്വാസത്തോടു കൂടിയും ആ ഒരു കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് വിചാരിക്കേണ്ടതും പറയാനുള്ളതും. സോ ആരും കൃപാസന ഉടമ്പടി എടുത്തിട്ട് കൃപാസന ഉടമ്പടിയിലെ നിയോഗങ്ങൾ പാലിച്ച് കിട്ടിയില്ല അല്ലെങ്കിൽ സമയമെടുത്താണ് കാര്യം നടക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾക്ക് വേണ്ടിയിട്ട് ദൈവവും മാതാവൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. സോ ഒരു രീതിയിലും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ തന്നെ നല്ല പ്രാർത്ഥനകളോട് തന്നെ മുന്നോട്ട് പോവുക. ഉടമ്പടി മുടക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉടമ്പടിയിൽ നിന്ന് ഇറങ്ങുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ കറക്റ്റ് ഉടമ്പടി പാലിച്ചുകൊണ്ട് നിങ്ങളുടെ ടൈം വരുന്നവരെ നിങ്ങൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ പ്രാർത്ഥന അല്ലെങ്കിൽ പള്ളിപ്പോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുടക്കാതെ തന്നെ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ മുടക്കരുത്. നമ്മളൊരിക്കലും ഉടമ്പടി എടുക്കുന്ന കാര്യസാധ്യത്തിന് മാത്രമായിട്ടല്ല, നമ്മൾ ജീവിതത്തിൽ നമ്മുടെ നല്ലൊരു മാറ്റം കൊണ്ടുവരാനും നമ്മളൊരു നല്ല ബെറ്റർ പേഴ്സണായിട്ട് മാറാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ കുറേ ബെനിഫിറ്റ്സ് നമുക്ക് അല്ലാതെ തന്നെയുണ്ട്. സോ പ്രത്യേകം ഓർക്കുക, ഉടമ്പടിയിൽ നമ്മൾ എടുക്കുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന ഇൻറ്റൻഷൻസ് മാത്രം സാധിച്ചിട്ടാണെന്നുള്ള ഒരു കാര്യത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല. നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മുടെ മാതാവും നമ്മുടെ ഈശോയൊക്കെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ ഒക്കെ ബെനിഫിറ്റ് നിങ്ങളിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഓർത്ത് ആരും സങ്കടപ്പെടേണ്ട. അങ്ങനെ ഉടമ്പടിയിൽ നിന്ന് ഇറങ്ങുന്നവരുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ ഉടമ്പടി തിരിച്ചു വന്ന് ഉടമ്പടി കണ്ടിന്യൂ ചെയ്ത് പോവുക കേട്ടോ. അത്രയും പറയാനുള്ളൂ. താങ്ക് യു.